ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പൂപ്പി സ്റ്റാൻ. ഇന്ന് നമ്മളൊരു ചൈനീസ് ഐറ്റം ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഹണി ഡ്രാഗൺ ചിക്കനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3 വറ്റൽമുളക്, ഒരു 5-6 കാഷ്യൂനട്ട്, പിന്നെ ഒരു 3 പച്ചമുളക് രണ്ടായി മുറിച്ചത്, പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി ഒരു 5-8 അല്ലി എടുക്കുക, അതും ചെറുതായി അരിഞ്ഞ് വെക്കണം കേട്ടോ. ഇത്രയൊക്കെ ഐറ്റംസാണ് നമുക്കിനി വേണ്ടത്. അപ്പം അതിനു മുന്നേ തന്നെ നമുക്ക് ചിക്കൻ ചെറുതായി നീളത്തിൽ കനം കുറച്ച് അരിയണം. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് മാരിനേഷൻ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഈ സോയാ സോസ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ റെഡ് ചില്ലി സോസ് അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇടുന്നത് മൈദയാണ് കേട്ടോ. അത് ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് കോൺഫ്ലോറാണ്, അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തത് ചേർക്കേണ്ടത് കുറച്ച് വെള്ളമാണേ. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണേ. ഇനി നമുക്ക് നേരെ ഒരു പാനിലേക്ക് ഈ പീസസൊക്കെ പറക്കിയിടണം. എന്നിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടവർക്ക് ഡീപ്പ് ഫ്രൈയും ചെയ്യാം. ഞങ്ങൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തത്. ഇതൊക്കെ ഒന്ന് ഈ ചിക്കനൊക്കെ നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ചിക്കനും ഇതേ വറുത്തെടുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ പീസൊക്കെ ഇവിടെ വറുത്തെടുത്തു. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഫസ്റ്റ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. ആദ്യം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ആ ഓയിലിലേക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒന്ന് വരണം, അത് വരെ ഒന്ന് സോട്ട് ചെയ്താൽ മതി കേട്ടോ. അധികം സമയം ചെയ്യണ്ട, കുറച്ച് സമയം ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇഞ്ചിയുടെ ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചില്ലേ, അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്കൊരു 3 വറ്റൽമുളക് എടുത്ത് വെച്ചായിരുന്നല്ലോ, അത് ആഡ് ചെയ്യാം. എല്ലാം നമുക്ക് നല്ല സ്പീഡിൽ തന്നെ ചെയ്യണം കേട്ടോ. സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് നമുക്കത് ഓരോന്ന് ആഡ് ചെയ്യാം. നെക്സ്റ്റ് കാഷ്യൂനട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. 1-1.5 ടീസ്പൂണോ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ 1 ടീസ്പൂൺ ചില്ലി സോസ് അല്ല, സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തോണേ. ഇപ്പോൾ 1 ടീസ്പൂൺ നമ്മൾ ചില്ലി സോസും കൂടി ആഡ് ചെയ്തു. ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. അത് നമ്മൾ ഏകദേശം 1-1.5 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഹണിയാണ് കേട്ടോ, തേൻ. അത് ഒരു 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഓരോരുത്തർക്ക് സ്വീറ്റ് എത്ര ഇഷ്ടമാണോ ഇങ്ങനെയുള്ളൊരു റെസിപ്പിയിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ പച്ചമുളകും കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടോ.
അപ്പോൾ നമ്മുടെ ഹണി ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടാ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.